കർക്കിടകം തുടങ്ങിയതുകൊണ്ട് നമുക്ക് വർക്കുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം കുറവായിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ഫുൾ സിംഗായിട്ട് വർക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അത് പ്ലാന്റ് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ളായിട്ട് വർക്കുകൾ പ്ലാന്റിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞു കിടക്കുവാണ്. അപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് വീണ്ടും ഫുൾ സിംഗിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് അങ്ങേറ്റത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം, ആ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് ആലപ്പുഴ ടീമിൻ്റെ വർക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ എറണാകുളത്തു നിന്നുള്ള വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഫോട്ടോ വെച്ച് ടീംസിൻ്റെയാണ്, ഇരിക്കുന്നതെല്ലാം ഫോട്ടോ വെച്ച് ടീംസിൻ്റെയാണ്. ഇതിൻ്റെ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോർ റൂമിൻ്റെ അകത്ത് കയറാൻ പറ്റാത്തവണ്ണം വർക്കുകൾ കൊണ്ടുവന്ന് അവർ അടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 4-5 പേരുടെ വർക്കുകൾ കിടക്കുന്നുണ്ട്. പിന്നെ പ്ലാനിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ കുറേ ഭാഗങ്ങളിൽ ഇതേപോലെ തുണികൾ വാഷ് ചെയ്യാനായിട്ട് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ സെപ്പറേറ്റ് ചെയ്ത് എണ്ണ കൊടുത്ത് കയറഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഹോട്ടൽ റൂംസ്, ഈവൻറ്റ്സ്, ഡെക്കറേഷൻ ടീംസ് അങ്ങനെയുള്ളവരൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്. പിന്നെ വീടുകളുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മളാകെ കട്ടൻ്റെ വർക്കും ഇതുപോലത്തുള്ള കാർപ്പറ്റിൻ്റെ വർക്കുകളും മാത്രമേ ചെയ്യുന്നുള്ളൂ. കാർപ്പറ്റ് എന്ന് വെച്ചാൽ ചെറിയ കാർപ്പറ്റും വലിയ കാർപ്പറ്റും ഇതൊക്കെ ബാത്ത് മാറ്റ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ എന്തെങ്കിലും ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ എൻ്റെ താഴത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കട്ടൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങി അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കട്ടനും ഡെലിവറി ചെയ്യാൻ കൊടുക്കാൻ റെഡിയാവും. അപ്പോൾ അങ്ങനത്തെ വർക്കുകളാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി ആയിട്ട് ഈവൻസിൻ്റെ വർക്കുകൾ ചെയ്ത് തീർക്കാനുള്ളത്, അതുപോലെ കാറ്ററിംഗുകാരുടെ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. ഇനി ബൾക്കായിട്ടുള്ള വർക്കാണ്, ഔട്ട് ഓഫ് എറണാകുളം ആണെന്നൊക്കെ തോന്നുന്നുണ്ട് ഉള്ളവർക്കാണെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രയറിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രയറിൽ ബാത്ത് ടവൽ കിടക്കുന്നുണ്ട്. ബാത്ത് ടവൽ ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രയർ ഞാൻ സൗണ്ട് ആയതുകൊണ്ട് ഡ്രയർ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഡ്രയർ ഒന്ന് ഓണാക്കാം. അപ്പോൾ ഡ്രയറിൽ വാട്ടർ റൂംസിൻ്റെ ബാത്ത് ടവൽ കിടക്കുന്നുണ്ട് കേട്ടോ.